ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ സൈനിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് ശരിക്കും ഒരു തലവേദന ആയിരിക്കുകയാണ്. ഗസയ്ക്ക് പുറമെ സിറിയയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമ്പരന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഇസ്രായേൽ നടപടി ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളെ ബാധിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഫോൺ വിളിച്ച് വിഷയം പരിഹരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിൻ്റെ പ്രതികരണം, ഈ സംഭവങ്ങളുടെ പശ്ചാത്തലവും വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ വ്യാഴാഴ്ച ഗസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ എതിർപ്പ് ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. നെതന്യാഹുവിനെ വിളിച്ച് തൻ്റെ അതൃപ്തി അറിയിച്ച ട്രംപ് ചർച്ചിന് നേരെയുള്ള ആക്രമണം ഒരു അബദ്ധമായിരുന്നുവെന്ന് വ്യക്തമാക്കി പ്രസ്താവന ഇറക്കാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വരെ ഈ ഒരു സംഭവം കടുത്ത പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയതിന് പിന്നാലെയായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. കുടിയൊഴിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് ഫലസ്തീനികൾക്ക് അഭയ കേന്ദ്രമായിരുന്ന ഈ ദേവാലയത്തിന് നേരെ ജൂലൈ 17-നാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. 3 പേർ കൊല്ലപ്പെടുകയും ഇടവക വികാരി ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പോപ്പ് ലിയോ 14, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അടക്കമുള്ളവർ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. നെതന്യാഹു പിന്നീട് ഈ ആക്രമണം തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുകയും ചെയ്തു. ഷെൽ അബദ്ധത്തിൽ ചർച്ചിൽ പതിച്ചതാണെന്നും ഇസ്രായേൽ സിവിലിയന്മാരെയോ മതസ്ഥലങ്ങളെയോ ലക്ഷ്യമിടുന്നില്ല എന്നും പതിവ് പല്ലവി നെതന്യാഹു ആവർത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ IDF അന്വേഷണം നടത്തി വരികയാണെന്ന് പറഞ്ഞ് തലയൂരിയെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ജനീവ കൺവെൻഷനും അന്താരാഷ്ട്ര നിയമങ്ങളും അനുസരിച്ച് മതസ്ഥലങ്ങൾ സിവിലിയൻ വസ്തുക്കളായി പരിഗണിക്കപ്പെടുകയും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാത്തിടത്തോളം ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഹോളി ഫാമിലി ചർച്ചിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമെന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വരുന്നതിനിടെയാണ് സിറിയയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസിലെ സർക്കാർ കെട്ടിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളും ട്രംപിനെ അമ്പരപ്പിച്ചുവെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലെവിറ്റ് പറയുന്നുണ്ട്. ട്രംപിൻ്റെ സിറിയൻ പുനർനിർമ്മാണ പദ്ധതികൾക്ക് തിരിച്ചടിയായിരുന്നു ഇസ്രായേലിൻ്റെ സൈനിക നടപടി. ബഷർ അൽ അസദ് ഭരണകൂടത്തിൻ്റെ പതനത്തിനു പിന്നാലെ സമാധാന സൂചനകൾ കണ്ടു തുടങ്ങിയ സിറിയ വീണ്ടും ഒരു ആഭ്യന്തര സംഘർഷത്തിൽ പുകയുകയാണ്. മതന്യൂനപക്ഷമായ ദുറൂസുകളുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘങ്ങളും സുന്നി ഗോത്ര വിഭാഗമായ ബെദൂയിനുകളും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ ഒരു മുതലെടുപ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. സിറിയൻ സർക്കാർ ബെദൂയിനുകൾക്ക് അനുകൂലമായി നിലപാടെടുത്തതോടെ ദുറൂസുകളെ പിന്തുണച്ച് ഇസ്രായേൽ രംഗത്തെത്തുകയായിരുന്നു. ഇസ്രായേൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ദുറൂസുകളെ വിശ്വസ്ത ന്യൂനപക്ഷമായാണ് ഇസ്രായേൽ പരിഗണിക്കുന്നത്. പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ സർക്കാർ സിറിയൻ സൈന്യത്തെ ഇറക്കി. സൈന്യം ബെദൂയിനുകളെ പിന്തുണച്ചതോടെ ഏറ്റുമുട്ടൽ ദുറൂസുകളും സൈന്യവും തമ്മിലായെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് ദുറൂസുകളെ സഹായിക്കാൻ ഇസ്രായേൽ രംഗത്തെത്തുകയായിരുന്നു. ഇസ്രായേൽ സിറിയൻ സേനയുടെ ടാങ്കറുകളെ ഉന്നമിട്ട് വ്യോമാക്രമണം നടത്തി. സിറിയയുടെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാന കവാടത്തിലും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപവും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ സുരക്ഷാ സൈനികരടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ദുറൂസുകളെ പിന്തുണയ്ക്കുന്നത് വഴി സിറിയയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ. സിറിയയിൽ വിഭാഗീയ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ദുറൂസ് മതന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്ന് നെതന്യാഹു ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ തങ്ങൾക്ക് വേണ്ടി ഇടപെടരുത് എന്ന നിലപാടായിരുന്നു ദുറൂസിന്. ഇസ്രായേലിൻ്റെ ആക്രമണം ട്രംപിൻ്റെ സിറിയൻ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന നയത്തിന് എതിരായിരുന്നു. പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറായെ പിന്തുണച്ച് സിറിയയ്ക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ വരെ ട്രംപ് എടുത്തു കളഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ നടപടി ഈ ശ്രമങ്ങളെയെല്ലാം തടസ്സപ്പെടുത്തുന്നതായിരുന്നു. ദുറൂസ് വിഭാഗത്തെ സംരക്ഷിക്കാനും ദമസ്കസിൻ്റെ തെക്കൻ ഭാഗം സൈനികവൽക്കരണത്തിൽ നിന്ന് മുക്തമാക്കാനുമാണ് എന്ന് നെതന്യാഹു വാദിച്ചു. എന്നാൽ ഈ നീക്കം ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നായിരുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വിമർശനം. ഗസയിലെയും സിറിയയിലെയും ആക്രമണത്തിൽ ട്രംപിൻ്റെ പ്രതികരണങ്ങൾ നെതന്യാഹുവുമായുള്ള ബന്ധത്തിലെ പിരിമുറുക്കങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ സംഭവങ്ങൾ ഗസയിലെ മാനുഷിക പ്രതിസന്ധിയെയും സിറിയയിലെ പുനർനിർമ്മാണ ശ്രമങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്.